ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? നല്ല ചൂടാണ്. ഈ ചെടികളൊക്കെ ഈ ചൂടത്ത് നിന്ന് ഇലകളൊക്കെ കരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല തണുത്ത വെള്ളം, പറ്റുമെങ്കിൽ തണുത്ത വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടെ ഈ വെയിലത്ത് ഇടയ്ക്കിടെ ചെടികളുടെ ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്സം സാൾട്ട് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുക. ഈ ചെടികൾക്കെല്ലാം മഞ്ഞ നിറമായി പോകുന്നു എന്നും വെയിലത്ത് മഞ്ഞ നിറമായി പോകുന്നു എന്നാണ് കുറേയധികം പേര് പറയുന്നുണ്ട്. എപ്സം സാൾട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. സെയിലിനുള്ള ഏതാനും റോസ ചെടികൾ നമുക്ക് കാണാം. ഇത് പീച്ച് റോസാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ പീച്ച് റോസാണിത്. ഇനി കാണുന്നതാണ് നമ്മുടെ പർപ്പിൾ 7 ഡേയ്സ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് 7 ദിവസം, നമ്മുടെ 7 ഡേയ്സ് പോലെ 7 ദിവസം നിൽക്കും എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റാണ് നമുക്കുള്ളത്. ഇനി കാണുന്നതാണ് നമ്മുടെ ടെഡി റോസ്. ടെഡി റോസിൻ്റെ ഒരു പിക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെഡി റോസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. ഇനി കാണുന്ന ഒരു ഡി എ വെറൈറ്റിയാണ്. റെയിനി ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു ഡി എ ക്ലൈംബറാണിത്. നല്ല അടിപൊളി മണമൊക്കെ ആയിട്ടുള്ള റോസാണ്. ഇനി വരുന്നതും ഒരു ഇമാനുവൽ റോസ് എന്നറിയപ്പെടുന്ന ഒരു ഡി എ റോസാണ്. ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതൊരു പെർസിക്ക വെറൈറ്റി എന്നറിയപ്പെടുന്ന അതിൽ പെടുന്നത് എന്നറിയപ്പെടുന്ന ഒരു റോസാണ്. ശരിക്കുള്ള ഐഡിയ ഒന്നും അറിയില്ല. സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഒരു പെർസിക്ക വെറൈറ്റി എന്നാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ബ്ലൂ ഫോർ യു ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി വരുന്നത് നമ്മുടെ സ്മെല്ലുള്ള പിങ്ക് റോസാണ്. ഇത് ബഞ്ചായിട്ട് പൂക്കുന്ന നല്ല തീക്ഷ്ണമായ ഗന്ധമുള്ള സൂപ്പർ സ്മെല്ലുള്ള റോസാണ്. നമ്മളതിനെ പിങ്ക് സ്മെൽ റോസ് എന്ന് പറഞ്ഞിട്ട് മുൻപ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് സെൻറ്റ് റോസാണ്. സെൻറ്റ് റോസിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള ചെടിയും ബഡും നമ്മുടെ കയ്യിലുണ്ട്. ഇനിയുള്ളത് ഓറഞ്ച്, ബിഗ് ഓറഞ്ച് റോസാണ്. അടിപൊളി സൂപ്പർ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റോസാണ്. നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലെ റോസാണ്. ഇനിയുള്ളതൊരു ക്ലൈംബറാണ്. നമ്മുടെ ഈ ഒരു പിങ്ക് വൈറ്റ് ഡബിൾ ഷെയ്ഡ് വരുന്ന ക്ലൈംബർ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ചെടികൾ സെയിലിനായിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു ക്ലൈംബറാണ്. ഈ ഒരു പീച്ച് കളറിലെ ഒരു ക്ലൈംബറാണത്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ എസ്പാന എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ 1-2 ചെടികൾ, കുറച്ച് മാത്രം ചെടികൾ കൂടി നമുക്കിനി സെയിലിനായിട്ട് ഉണ്ട്. ഇതൊരു സൂപ്പർ ബ്യൂട്ടിഫുൾ ഒരു ഡി എ റോസ്, ഒരു ഡി എ ടൈപ്പ് റോസാണ്. ഡി എ റോസാണ് എന്ന് പറയാൻ ഐഡിയ അറിയില്ല. പക്ഷേ ഡി എ റോസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ലുക്കും ഉള്ള ഒരു ചെടിയാണ്. അതിൻ്റെ പെറ്റൽസിൽ ചെറിയൊരു കളർ ഷെയ്ഡൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള ചെടികൾ. അതായത് ഒരുപാട് ഭയങ്കര ചൂടും ഈ വരൾച്ചയൊക്കെ ആയിട്ട് നമുക്ക് പുതിയ ചെടികളൊന്നും എടുത്ത് വന്നിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ ചെടിയൊന്നും എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. എന്നാൽ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശേഷം വേണം നമുക്ക് പോയിട്ട് പുതിയ ചെടികളൊക്കെ എടുക്കാൻ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ആവശ്യക്കാരുണ്ട് നമ്മളോട്. എപ്പോഴും ചെടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലുതും ചെറുതും മീഡിയം ഒക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാ വിലയ്ക്കും അനുസരിച്ചുള്ള ചെടികളൊക്കെ ആയിട്ട് പുതിയ പുതിയ കോംബോ ഒക്കെ ആയിട്ട് ഇനിയും നമ്മുടെ ചാനൽ വളരെ സജീവമാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചെടികളൊക്കെ വിരിയുന്നതിനനുസരിച്ചുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക. ചെടികളെല്ലാവരും സംരക്ഷിക്കുക ചൂടിൽ നിന്നും. അപ്പോൾ ബൈ.